ഹലോ വ്യൂവേഴ്സ്, കേട്ടറ്റ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ 3 codons causing chain termination are. The 3 codons causing chain termination. നമുക്കറിയാം ചെയിൻ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഏതൊക്കെ കോഡോൺസ് ആണ് ചെയിൻ ടെർമിനേഷൻ കോസ് ചെയ്യുന്നത്? അതായത് UAG, UGA and UAA. UAG, UGA, UAA. Okay. അടുത്തത്, the conversion of protein waste, the ammonia into urea occur in. The conversion of protein waste, the ammonia into urea occur in liver. Okay. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് the conversion of protein waste എന്താണ്? പ്രോട്ടീൻ വേസ്റ്റ് ദ അമോണിയ. ആ അമോണിയ എന്തായി മാറ്റണം? അമോണിയ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു യൂറിയ. അപ്പോൾ ഈ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? ലിവറിൽ. ഓക്കെ. അതിനടുത്തത്, ദ ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് ഇൻസൈഡ് ദ ബോഡി. ദ ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് ഇൻസൈഡ് ദ ബോഡി ബിക്കോസ് ഹെപ്പാരിൻ ഇൻ ബ്ലഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഹെപ്പാരിൻ ഇൻ ബ്ലഡ്. അതിനടുത്തത്, അയഡിൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ആൽഗെ. അടുത്തത്, heterosis refers to hybrid vigor. Heterosis refers to hybrid vigor. അടുത്ത, the enzyme essential for the transport of carbon dioxide as bicarbonate in blood is. The enzyme essential for the transport of carbon dioxide as bicarbonate in blood is carbonic anhydrase. ഏതാണ്? കാർബോണിക് അൻഹൈഡ്രേസ്. ഓക്കെ. അടുത്തത്, according to Allen's rule, the mammal from colder climate have longer ears and longer limbs. അടുത്ത, the tip of root apical meristem capped by histogen is known as calyptrogen. The tip of root apical meristem capped by histogen is known as calyptrogen. Which is involved in allergic reaction? IgE and mast cells. IgE ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റ് സെൽസ് ഉണ്ട്. അപ്പോൾ 2 അലർജിക് റിയാക്ഷന് ഇൻവോൾവ് ആണ്. അപ്പോൾ വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ അലർജിക് റിയാക്ഷൻ? IgE ആൻഡ് മാസ്റ്റ് സെൽസ്. ഇതിനടുത്ത്, ഈച്ച് ഇമ്യൂണോഗ്ലോബുലിൻ ഹാസ് 2 heavy chains and 2 light chain. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? Each immunoglobulin has 2 heavy chain and 2 light chain. The antigen binding site is present in. Important ആണ്. ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് എവിടെയാണ് കാണുന്നത്? ഇമ്യൂണോഗ്ലോബുലിനിൽ വേരിയബിൾ റീജിയൻ ഓഫ് ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ. വേരിയബിൾ റീജിയൻസ് ഓഫ് ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ. ഓക്കെ. ഒന്നുകൂടി നോക്കാം. അക്കോർഡിംഗ് ടു അലൻസ് റൂൾ, ദ മാമൽസ് ഫ്രം കോൾഡർ ക്ലൈമറ്റ് ഹാവ് ലോങ്ങർ ഇയേഴ്സ് ആൻഡ് ലോങ്ങർ ലിംബ്സ്. The tip of root apical meristem capped by histogen is known as calyptrogen. Allergic reaction, which is involved in allergic reaction, IgE and mast cells. Each immunoglobulin has 2 heavy chain and 2 light chain. The antigen binding site is present in variable region of both heavy and light chain. അടുത്ത, the final electron acceptor in ETS. എന്താണ് ETS? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ദ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരാണ്? ഓക്സിജൻ ആണ്. ദ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ഓക്സിജൻ. അടുത്ത, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സീരീസ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് പാത്ത് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ? കറക്റ്റ് പാത്ത് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഇതാണ് റൈറ്റ് ഏട്രിയം, പിന്നെ റൈറ്റ് വെൻട്രിക്കിൾ, ലങ്സ്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ഹോൾ പാർട്ട് ഓഫ് ദ ബോഡി. ഇങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ നടക്കുന്നത് ഹാർട്ടിൽ. ഇങ്ങനെയാണ് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലങ്സ്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ബോഡി. അപ്പോൾ ഇതിനൊക്കെ ഡീപ്പായിട്ട് നമുക്ക് HSCയുടെ ക്ലാസ്സിൽ കേൾക്കാം. ഇപ്പം കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ജസ്റ്റ് ഇത് ആ ഒരു പാത്തൊന്ന് ഓർമ്മിച്ച് വെക്കും. അതായത് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലങ്സ്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ഹോൾ പാർട്സ് ഓഫ് ദ ബോഡി. അടുത്തത്, വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ആസ് മോളിക്കുലർ സിസേഴ്സ് ഇൻ ജെനറ്റിക് എഞ്ചിനീയറിംഗ്? Which enzyme is used as molecular scissor in genetic engineering?
restriction endonuclease അല്ലേ. അപ്പോൾ restriction endonuclease enzyme is also called as molecular scissors. molecular glue ഏതാണ്? molecular glue അതായത് ligase ആണ്, ligase enzyme. muscles responsible for working of insect heart. muscle responsible for working of insect heart is alere muscle ആണ്, alere muscle. muscles responsible for working of insect heart, alere muscles. blood of earthworm is red in color. എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ blood of earthworm is red in color due to dissolved in plasma. due to the presence of hemoglobin ആണ് ഇവിടെ വേണ്ടത്. hemoglobin dissolved in plasma. due to the presence of hemoglobin dissolved in plasma. ഓക്കെ. അപ്പോൾ കേട്ടറ്റിനെ സംബന്ധിച്ച് എർത്ത് വേം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. അപ്പം ഈ എർത്ത് വേമിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെഗ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ സെഗ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത ഒബ്ജക്റ്റീവ് ടൈപ്സ് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.